മദർ തെരേസ. കനിവിൻ്റെ അമ്മ, അഗതികളുടെ അമ്മ എന്നിങ്ങനെയെല്ലാം മദർ തെരേസ അറിയപ്പെടുന്നു. അൽബേനിയയിൽ ജനിച്ച മദർ തെരേസ ഇന്ത്യയിൽ ചെയ്ത കാരുണ്യപ്രവൃത്തികൾ കത്തോലിക്ക വിശ്വാസികൾക്ക് മാതൃകയാണ്. 1910 ഓഗസ്റ്റ് 26 ഓട്ടോമൻ സാമ്രാജ്യത്തിലെ കൊസോവോയിലെ സ്കോപ്യെ എന്ന സ്ഥലത്താണ് മദർ തെരേസ ജനിച്ചത്. അൽബേനിയക്കാരായിരുന്നു മാതാപിതാക്കൾ. ആഗ്നസ് ഗോൻജെ ബൊയാജ്യു എന്നായിരുന്നു മദർ തെരേസയുടെ യഥാർത്ഥ പേര്. 18-ാം വയസ്സിൽ മദർ തെരേസ എന്ന ആഗ്നസ് സിസ്റ്റേഴ്സ് ഓഫ് ലൊറേറ്റോ എന്ന സന്യാസി സഭയിൽ ചേർന്നു. ലൊറേറ്റോ ആശ്രമം തങ്ങളുടെ ഇന്ത്യയിലുള്ള സ്കൂളിൽ അധ്യാപകരാകാൻ താൽപ്പര്യമുള്ളവരെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത്. 1929 ഇന്ത്യയിലെ ഡാർജിലിംഗിലെ സിസ്റ്റേഴ്സിൻ്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. 1931 മെയ് 24 ആഗ്നസ് എന്ന മദർ തെരേസ സഭാവസ്ത്രം സ്വീകരിച്ചു. മിഷണറിമാരുടെ സ്വർഗീയ മധ്യസ്ഥയായ തെരേസയുടെ പേരാണ് സ്വീകരിച്ചത്. കൊൽക്കത്തയിലെ കോൺവെന്റ് സ്കൂളിൽ അധ്യാപികയായി പഠിപ്പിച്ചു. 1943 ഭക്ഷ്യക്ഷാമവും 1946 ജനങ്ങൾക്കിടയിലെ സംഘർഷവും കൊൽക്കത്തയിലെ ജനങ്ങളുടെ ജീവിതം നരകതുല്യമായിരുന്നു. ലൊറേറ്റോ സഭ വിട്ടിറങ്ങി പാവങ്ങൾക്കൊപ്പം ജീവിച്ച് അവരെ സേവിക്കുക എന്ന് തീരുമാനിച്ചു. ലൊറേറ്റോ സഭയുടെ വേഷങ്ങൾ ഉപേക്ഷിച്ച് നീല വരെയുള്ള വെള്ള കോട്ടൺ സാരി വേഷമായി സ്വീകരിച്ചു. കൊൽക്കത്ത നഗരസഭയിൽ ഓട വൃത്തിയാക്കിയിരുന്ന ജീവനക്കാരുടെ വേഷമായിരുന്നു മദർ തിരഞ്ഞെടുത്തത്. മദർ ഇന്ത്യയിൽ പൗരത്വം എടുക്കുകയും ചെയ്തിരുന്നു. മദർ തെരേസയുടെ കാരുണ്യ പ്രവൃത്തികൾ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രശംസിക്കുകയുണ്ടായി. മരണാസന്നരായവർക്ക് മതത്തിൻ്റെ വേലിക്കെട്ടുകൾ നോക്കാതെ മദർ സ്ഥാപിച്ച നിർമ്മല ഹൃദയയിൽ പരിചരണം ലഭിച്ചു. കുഷ്ഠരോഗികളെ നോക്കുന്നതിനായി മദർ ശാന്തിനഗർ എന്ന ഒരു സത്രവും ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ അനാഥരായ കുഞ്ഞുങ്ങളെ നോക്കുന്നതിനായി നിർമ്മല ശിശുഭവൻ സ്ഥാപിച്ചു. 1965 ഇന്ത്യക്ക് പുറത്ത് ഒട്ടേറെ രാജ്യങ്ങളിൽ മിഷണറീസ് ഓഫ് ചാരിറ്റി പ്രവർത്തനം ആരംഭിച്ചു. അമേരിക്കയിലെ എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടി ഗിഫ്റ്റ് ഓഫ് ലവ് എന്ന ആശ്രമം തുടങ്ങി. 1963 ചെറുപ്പക്കാരായ രോഗികളെ നോക്കുന്നതിനായി മിഷണറീസ് ബ്രദേഴ്സ് ഓഫ് ചാരിറ്റിക്ക് തുടക്കമായി. 1962 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ പത്മശ്രീ നൽകി മദറിനെ ഇന്ത്യ ആദരിച്ചു. സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും മദറിന് ലഭിച്ചു. 1980 ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നവും നൽകി ആദരിച്ചു. ഭാരതം മാത്രമല്ല, ബ്രിട്ടീഷ് സർക്കാരിൻ്റെയും അമേരിക്കൻ സർക്കാരിൻ്റെയും പുരസ്കാരങ്ങൾ മദർ തെരേസയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം 1997 മാർച്ച് 13 മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ നേതൃസ്ഥാനത്തു നിന്നും മദർ പടിയിറങ്ങി. 1997 സെപ്റ്റംബർ 5 സ്വർഗീയനാഥൻ്റെ സന്നിധിയിലേക്ക് മദർ തെരേസ വിളിക്കപ്പെട്ടു. 2003 ഒക്ടോബർ മാസം 19 മദറിനെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി ഉയർത്തി. 2016 സെപ്റ്റംബർ 4 മദർ തെരേസ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 5 മദർ തെരേസയുടെ ഓർമ്മ തിരുനാൾ ആഘോഷിക്കുന്നത്. നമുക്കെല്ലാവർക്കും മദർ തെരേസയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ഇനിയും വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നന്ദി.